next topic is process. Process and its states. Process എന്ന് പറയുമ്പോൾ that is program in execution. Execution ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർഡ് ഇൻ എ ഡിസ്ക്, ഹാർഡ് ഡിസ്കിലോ മറ്റോ സ്റ്റോർ ചെയ്തിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാം. പക്ഷെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അതല്ല, അത്തരത്തിലുള്ള ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിലായിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് പ്രോസസ്. ഇറ്റ് ഈസ് ആൻ ആക്ടിവേഷൻ ഓഫ് എ ഇൻസ്റ്റൻസ് ഓഫ് ദ പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാം ഇൻസ്റ്റൻസിന്റെ ആക്ടിവേഷൻ ആണ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം പാസീവ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്, പ്രോസസ് ഈസ് ആൻ ആക്റ്റീവ് എൻറ്റിറ്റി. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പാസീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് ആക്റ്റീവ് കറന്റ് റണ്ണിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പ്രോസസ്. ഇനി ഈ പ്രോസസ്സിന് നമുക്ക് വെറുതെ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല പ്രോസസ്. പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു ഫയലിൽ ഒരു ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സിക്യൂട്ടബിൾ കോഡ് ഓഫ് ദ പ്രോഗ്രാം, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂട്ടബിൾ ഫോമാറ്റ് and program data and stack, its program counter, stack pointers and other registers, all other informations needed to run the program. ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നറിയപ്പെടുന്ന ആ പ്രോഗ്രാം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരൊറ്റ ബണ്ടിൽ ഓഫ് ഡാറ്റ എന്ന് പറയുന്നതാണ് പ്രോസസ്. ഞാൻ പറഞ്ഞു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ള അതിന്റെ ഡാറ്റ, അതുപോലെ അത് സ്റ്റോർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാക്സ്, അതുപോലെ പ്രോഗ്രാം കൗണ്ടറിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് റൺ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് പ്രോഗ്രാം കൗണ്ടർ. അപ്പൊ അതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ സ്റ്റാക്ക് പോയിന്റർ, എന്തിനാ സ്റ്റാക്ക് അതിൽ യൂസ് ചെയ്യുന്നത്, പ്രോസസ്സുകളുടെ സ്റ്റേറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനും കാര്യങ്ങൾ കറണ്ട് സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യാനൊക്കെയാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളൊരു പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് വരും, അതുപോലെ അതിന്റെ ആ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ വരും, അതിന്റെ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ, അതിലെ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, അതുപോലെ ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, സ്റ്റാക്ക് പോയിന്റർ ഉണ്ട്, അതുപോലെ സം രജിസ്റ്റേഴ്സ് ആൻഡ് ഓൾ അതർ ഇൻഫോർമേഷൻ നീഡഡ് ടു റൺ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു പ്രോസസ്. ഓക്കെ, process is a program in execution and it is an active instance of the program, and it includes some executable code, program data, stack counter, program counter, stack pointer and other registers and all other information. Okay, ഇത്രയാണ് process എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ്സിന്റെ സ്റ്റേറ്റ്സ്. സോ as a process execute, it changes the state. ഒരു പ്രോസസ്സിനെ സംബന്ധിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റുകൾ ചേഞ്ച് ചെയ്തതായിട്ട് വരും. ചില സമയത്ത് അത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആയിരിക്കും, ചില അത് റണ്ണിങ് ആയിരിക്കും, ചിലപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ റെഡി ടു എക്സിക്യൂട്ട് ആയിരിക്കും, ചിലപ്പോൾ ടെർമിനേറ്റ്, അങ്ങനെ പല സ്റ്റേറ്റ്സിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രോസസ്സുകളെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, അത് എപ്പോഴൊക്കെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രോസസ് സ്റ്റേറ്റ്. As process execute, it change states. Each process may be in one of the following state. പ്രോസസ്സുകളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ 5 സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും പ്രോസസ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും ആ പ്രോസസ്. സോ മേ ബി ഇറ്റ്സ് ന്യൂ സ്റ്റേറ്റ്, മേ ബി റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി, ടെർമിനേറ്റ്. അപ്പോൾ പ്രോസസ്സുകൾ എപ്പോഴും അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും. നമുക്ക് ഓരോ സ്റ്റേറ്റും എന്താണെന്ന് നോക്കാം. ന്യൂ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഈസ് ബീയിങ് ക്രിയേറ്റഡ്. ന്യൂലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് ന്യൂ സ്റ്റേറ്റ് ഉണ്ടാവുക. ജസ്റ്റ് ക്രിയേറ്റഡ്. റണ്ണിങ് അറിയാലോ, that is being executed. ഇപ്പൊ എക്സിക്യൂഷനിൽ ഇരിക്കുന്ന പ്രോസസ്സുകൾ റണ്ണിങ് സ്റ്റേറ്റിലായിരിക്കും. വെയിറ്റിംഗ്, that is process is waiting for some event to occur. ഏതെങ്കിലും ഒരു റിസോഴ്സിനെ വെയിറ്റ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട്, മേ ബി മെമ്മറി, മേ ബി പ്രോസസ്സർ. സോ എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും, ഒരു ഇവന്റ് ഒക്യൂർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ വെയിറ്റിംഗ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. that is not in execution and not terminated but not created newly. it is in പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആ പെർട്ടിക്കുലർ ടൈമിൽ അത് എന്തോ റിസോഴ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ദാറ്റ് enter into a waiting state, but it is not completed yet. ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതാണ് ഈ വെയിറ്റിംഗ് സ്റ്റേറ്റിന്റെ പ്രത്യേകത. വെയിറ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് എക്സിക്യൂട്ട് ചെയ്തു, പക്ഷെ എന്തോ ഒരു ഇവന്റ് ഒക്യൂർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ എക്സിക്യൂഷൻ. ആ എക്സിക്യൂഷന്റെ മിഡിൽ ആയതുകൊണ്ടാണ് അത് വെയിറ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റെഡി സ്റ്റേറ്റ്. ദ പ്രോസസ് ഈസ് വെയിറ്റിംഗ് ടു ബി അസൈൻഡ് ടു എ പ്രോസസ്. റെഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം പ്രോസസ്സർ വേണം അല്ലെ, ഒരു മെയിൻ ആയിട്ടുള്ള
പ്രോസസ്സർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രോസസ്സറാണ് അതിന്റെ കോർ. ആ പ്രോസസ്സർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് റെഡി സ്റ്റേറ്റ് ഉണ്ടാവുക. ലാസ്റ്റ് സ്റ്റേറ്റ് ഈസ് ടെർമിനേറ്റഡ്. ടെർമിനേറ്റഡ് സ്റ്റേറ്റ് നമുക്കറിയാം, ദാറ്റ് ഈസ് എൻഡ്. ആ പ്രോസസ്സർ അതിന്റെ പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. സോ അതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ റിസോഴ്സുകളും റിലീസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ടെർമിനേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യുക, ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്രീ അപ്പ് ചെയ്യുക, മെമ്മറി ഫ്രീ അപ്പ് ചെയ്യുക, രജിസ്റ്റേഴ്സ്, സ്റ്റാക്ക്, അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക. സോ എവറിത്തിങ്, ഇനി നോ മോർ ഡാറ്റ ഹാസ് ടു ബി റെക്കോർഡഡ്, എവറിത്തിങ് ഹാസ് ക്ലിയർഡ് അല്ലേ. നമ്മൾ ഫോണിന്റെ മെമ്മറി ഒക്കെ ക്ലിയർ ചെയ്യും. നമുക്കതിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർ ഓൾ ദീസ് ഡാറ്റാസ്. സോ ദാറ്റ് ഈസ് ഇൻ ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ഇപ്പൊ ജസ്റ്റ് ഇവിടെ നമ്മൾ അതിന്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒരു ഡയഗ്രാം. ദാറ്റ് ഈസ് ഡയഗ്രാം ഓഫ് പ്രോസസ് സ്റ്റേറ്റ്. സോ ഫസ്റ്റ് ന്യൂ സ്റ്റേറ്റിലായിരിക്കുന്ന പ്രോസസ്സ്, that is it is enter into the ready state. Ready state എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, വൺസ് അത് പ്രോസസ്സർ കിട്ടിക്കഴിഞ്ഞാൽ, ഷെഡ്യൂളർ അതിന്റെ പ്രോസസ്സറിനെ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് എ പ്രോസസ്സർ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് എൻ്റർ ഇൻ ടു റെഡി സ്റ്റേറ്റ് ടു റണ്ണിങ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഇൻ എക്സിക്യൂഷൻ. എപ്പോഴാണോ പ്രോസസ്സർ കിട്ടുന്നത്, അത് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ ഷെഡ്യൂളർ ഡിസ്പാച്ച് ചെയ്യണം. പ്രോസസ്സർ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡി സ്റ്റേറ്റ് റണ്ണിങ് സ്റ്റേറ്റ് ചെയ്തു. സപ്പോസ് റണ്ണിങ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു പ്രോസസ്സിനെ ഒരു ഇൻട്രപ്റ്റ് ഒക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻട്രപ്റ്റ് എന്ത് വേണമെങ്കിൽ ഒരു ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ് ആവാം, മേ ബി ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അവൈലബിൾ അല്ലാത്തായിരിക്കാം, എന്ത് വേണമെങ്കിൽ ആവാം. സോ ഇൻട്രപ്റ്റ് ഒക്യൂർ ചെയ്താൽ ഇറ്റ് ഈസ് അഗെയിൻ എൻ്റർ ഇൻ ടു ദ വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ if an input output or event wait, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അതുപോലെ ഇവന്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ്റർ ഇൻ ടു ദ വെയിറ്റിംഗ് സ്റ്റേറ്റ്. വെയിറ്റിംഗ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രോസസ്സ് അഗെയിൻ പ്രോസസ്സർ അസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇറ്റ് എൻ്റർ ഇൻ ടു ദ റെഡി സ്റ്റേറ്റ്. അതുപോലെ തന്നെ റണ്ണിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് ആവുകയാണെങ്കിൽ ഇറ്റ് എൻ്റർ ഇൻ ടു ദ ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. ഇത്രയാണ് ഒരു പ്രോസസ് സ്റ്റേറ്റിന്റെ ഡയഗ്രാം വരുന്നത്. സോ ഇത്രയും ആണ് പ്രോസസ് ആൻഡ് പ്രോസസ് സ്റ്റേറ്റ്സിനെ പറ്റി പഠിക്കാനുള്ളത്. താങ്ക് യു.